ഞാൻ പോകാൻ റെഡിയായി ഗൈസ്. വീട്ടിൽ വന്നിരിക്കുകയാണ്. ചെക്കിങ് ഒക്കെ കഴിഞ്ഞ് എൻ്റെ ഒരു അടിപൊളി ഡോറിങ്ങിൻ്റെ ഷാമ്പു എടുത്ത് എറിഞ്ഞ് ഗൈസ്. ഇത് കളഞ്ഞ് എന്ത് ചെയ്യാനാ. ആ ക്യാബിൻ ബാഗേജ് പിന്നെ ഇതിൻ്റെ അകത്തും കുത്തിയറച്ചായിരുന്നു ആ സാധനങ്ങളും കൊണ്ടുവന്നു. ക്യാബിൻ ബാഗ് ഇതിൻ്റെ അകത്ത് 7 കിലോ പറഞ്ഞിട്ട് ഞാൻ അതിൽ കുറച്ചുകൂടി കൂടുതലെടുത്തു. ഇതാണ് എൻ്റെ ചുമ്മാ പെൺപിള്ളേർക്ക് മാത്രമായിട്ട് തരുന്നതാണ് എയർലൈൻസ്. അതൊരു അലോ ചെയ്യും. അതിൻ്റെ അകത്ത് ഞാൻ നല്ലപോലെ കുത്തിയറച്ചിട്ടുണ്ട്. പിന്നെ അല്ല നമ്മളോടാ കളി. അടുത്ത് 2 മൊയന്തുങ്ങൾ ഇരിക്കുന്നു ഗൈസ്. 2 മൊയന്ത് പിള്ളേർ. അങ്ങനെ ചേച്ചി വന്ന് നമുക്ക് ഇന്നത്തെ മീൽസ് ഫസ്റ്റ് ഫ്ലൈറ്റിലെ മീൽ തന്നു. തുറന്നു നോക്കാം അതിൻ്റെ അകത്ത് ഇനി എന്തൊക്കെ തിന്നാൻ പറ്റാത്ത സാധനങ്ങളാണ്. വിൽക്കാൻ കൊള്ളാവുന്ന ഈ ഒരു പീക്കോടെ ഓറഞ്ച് ജ്യൂസ് മാത്രമേ ഉള്ളൂ. കഴിക്കാൻ നോക്കിയപ്പോൾ ഒരു സാലഡ് എടുത്തു. പിന്നെ ഞാൻ ചിക്കൻ്റെ മീലാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് സ്മാഷ് പൊട്ടേറ്റോ പിന്നെ ചിക്കൻ്റെ എന്തോ ഒരു സാധനം എടുത്ത്. കാണുമ്പോൾ നല്ല സ്പൈസി ആയിട്ട് തോന്നും, പക്ഷേ അത് ഭയങ്കര സോസിയാണ്, സ്പൈസി അല്ല. പിന്നെ നമുക്കൊരു ബൺ വിത്ത് ബട്ടർ ചീസാണ്, അത് ബട്ടറല്ല. ഈ മഞ്ഞുമല ഉണ്ട്, മഞ്ഞുമല. ഹെൽമെറ്റ് ഇറങ്ങി. ഇനി അടുത്ത ഫ്ലൈറ്റ് 7.5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ്. 7.5 മണിക്കൂർ ഞാൻ ഇവിടെ ഓർത്ത് വേണ്ടി തിരിഞ്ഞു കിടക്കണം. ഇനി അൽമട്ടി അസ്താന. ഇനി കുറച്ച് നേരം വെള്ളവും കുടിച്ചൊരു ബിസ്ക്കറ്റും കഴിച്ച് ഏതെങ്കിലും ഒരു നല്ലൊരു മൂവിയും കണ്ടിരിക്കട്ടെ. ഇതൊന്ന് നോക്കി നോക്കി പേടിക്കാം, അല്ലാതെ എന്ത് ചെയ്യാം. അസ്താന നീ ഉണ്ട് കുറേ. ഓക്കെ, ഒരു ഡയറക്റ്റ് ഫ്ലൈറ്റിലൊക്കെ കാരണം കൊതിയാണ്. എന്നും കുന്നും കണക്ഷൻ. എന്ന് കസാക്കിൽ കാലെടുത്ത് വെച്ചോ അന്ന് തൊട്ട് ഇന്ന് വരെ നാട്ടിൽ പോകണമെങ്കിലും കണക്ഷൻ ഉണ്ടായിട്ട്. നോക്കൂ, ഇന്ന് നമ്മൾ നിലന്ന് പറക്കും, തിരിഞ്ഞ് പറക്കും, പിന്നെ കമന്നും പറക്കും. ചിക്കൻ ഇല്ലെന്ന് പറഞ്ഞു. ബീഫിൻ്റെ എന്തോ ഒരു പോലത്തെ. പിന്നെ ഇവിടുത്തെ മീൻ കസാക്ക് ചോക്ലേറ്റ്, അതെനിക്ക് ഇഷ്ടമില്ലാത്തൊരു ചോക്ലേറ്റ് ആണ്. പിന്നെ കോള. They were giving me special classes and they know very good English, guys. No, she's not good. ഗൈസ്, എൻ്റെ സെക്കൻഡ് ലാസ്റ്റത്തെ ഫ്ലൈറ്റ് ഇപ്പം ഞാൻ ഇറങ്ങിയത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എനിക്ക് ഭയങ്കര 2 മണിക്കൂർ ഞാൻ പോയത് അറിഞ്ഞില്ല. സംസാരിച്ച് ആദ്യമായിട്ട് കസാക്കിൽ ഇംഗ്ലീഷ് അറിയാവുന്ന 2 പേരെ കണ്ട് അവരായിട്ട് സംസാരിച്ച് അടിപൊളിയായിരുന്നു ഗൈസ്. അതെനിക്ക് എന്തിന് നീ MBBS എടുത്തു, എന്തിന് നീ ഡോക്ടർ ആവണമെന്നുള്ള റിഗ്രറ്റിൻ്റെ മേലയിൽ റിഗ്രറ്റ് ഇടാനായിട്ട് നോക്കി. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് ഡോക്ടർ ആവണം, അതെൻ്റെ ആഗ്രഹമാണ്. പിന്നെ അടുത്തത് why you choose കസാക്കിസ്ഥാൻ ആൻഡ് ദാറ്റ് ടു അക്ടോബർ? വേറെ എന്തൊക്കെ സ്ഥലങ്ങളുണ്ടായിരുന്നു നല്ലത്? അൽമാട്ടി നിനക്ക് ചൂസ് ചെയ്യാൻ എന്തിനാണ് ഈ അക്ടോബറിൽ വന്നതെന്ന് പറഞ്ഞിട്ട് എന്നെ കുത്തി നോവിച്ച് കീറി ചമ്മന്തി ആക്കിയിട്ട് എൻ്റെ ഓർഗൻസ് എല്ലാം എടുത്ത് പുറത്തെടുത്ത് കളഞ്ഞു. എൻ്റെ കോലം നോക്കുക ഗൈസ്. ഇൻ്റർനാഷണൽ ട്രിപ്പ് പോവാ എവിടേക്ക്? അങ്ങ് ദുബായിലേക്ക്. പിച്ചക്കാരി കോലവും ദുബായിലെ ട്രിപ്പും. അങ്ങനെ എന്നെ ഇവിടെ ഇട്ട് പൂട്ടി. ഒരു ശവപ്പറമ്പ് കിടക്കുന്ന പോലെ ഉണ്ട് വിത്ത് LED ലൈറ്റ്. ഞാൻ ഒന്ന് ഉറങ്ങി എഴുന്നേറ്റ് നേരത്തെ വരാമെന്ന് വിളിക്കുന്ന മക്കളെ. നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് വന്നപ്പോൾ തൊട്ടുള്ളൊരു ഡൗട്ടാ, ഇത് ഞാൻ ഡൽഹി എയർപോർട്ടിലാണോ വന്നത് ദുബായ് എയർപോർട്ടിലാണോ വന്നത്? ഫുള്ള് സ്റ്റാഫ് ഇന്ത്യൻസ്, എല്ലാ ഇന്ത്യൻസ്, പോസ്റ്റർ ഇന്ത്യൻസിൻ്റെ.